ശ്രുതിയുടെ അച്ഛൻ വരാത്ത ദേഷ്യത്തിൽ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശേഷം സച്ചിനെ ഓരോന്ന് പറഞ്ഞ് ദാമു വശത്താക്കാനായി ശ്രമിക്കുകയും സച്ചിനെ നിർബന്ധിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ശേഷം ദാമു സച്ചിനെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് തൻ്റെ സഹപ്രവർത്തകന്റെ മുമ്പിൽ മധുസൂദനൻ രവീന്ദ്രനെ അപമാനിച്ച് സംസാരിക്കുന്നു. ഇത് കേട്ട് രവീന്ദ്രന് വിഷമമാകുന്നു. തുടർന്ന് ദേഷ്യം വരുന്ന അശോകൻ അയാൾ നമ്മളെ അപമാനിക്കുകയാണെന്നും ഇത് അയാളോട് ചോദിക്കണമെന്നും പറയുന്നു. എന്നാൽ സച്ചി ഇവിടെ ഉണ്ടെന്നും ഇതറിഞ്ഞാൽ അവൻ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുമെന്നും അതുകൊണ്ട് നമ്മളായിട്ടൊന്നും ചോദിക്കാൻ പോവണ്ടെന്നും പറഞ്ഞ് രവീന്ദ്രൻ അശോകനെ തടയുന്നു. പിന്നീട് രേവതി ശ്രുതിനെ മഞ്ഞൾ തേച്ച് പൂവിട്ട് അനുഗ്രഹിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് ശ്രുതിയുടെ മുഖത്തെ വിഷമം കണ്ട് ശ്രുതി കാര്യം തിരക്കുമ്പോൾ അച്ഛനെ കാണാത്തത് കൊണ്ടുള്ള ടെൻഷനാണെന്ന് ശ്രുതി പറയുന്നു. ശേഷം ദാമുവിനെയും സച്ചിനെയും കാണാതാവുന്നതോടെ ശ്രുതിക്ക് സമാധാനമാവുന്നു. ഇതേസമയം സച്ചിയെ കാണാത്ത വരുന്ന രേവതി സച്ചിനെ അന്വേഷിച്ചു പോകുന്നു. പിന്നീട് സച്ചി മദ്യമൊഴിച്ച ഗ്ലാസുമായി നിൽക്കുന്നത് കണ്ട് മീരയ്ക്ക് സന്തോഷമാവുകയും ശ്രുതിയോട് പറയാനായി പോവുകയും ചെയ്യുന്നു. പിന്നീട് സച്ചിയെ കാണാതായ വിവരം രേവതി രവീന്ദ്രനോട് പറയുന്നതോടെ രവീന്ദ്രന് വിഷമമാകുന്നു. ശേഷം മദ്യപിക്കാൻ ഒരുങ്ങുന്ന സച്ചിനെ കണ്ട് രേവതിക്ക് സങ്കടമാകുന്നു. എന്നാൽ ശ്രുതിയുടെ പ്ലാനിങ്ങുകൾ തകർത്തുകൊണ്ട് സച്ചി മദ്യം വേണ്ട എന്ന് പറയുന്നു. തുടർന്ന് സച്ചി മദ്യപിച്ചിട്ടില്ല എന്നറിയുന്നതോടെ സന്തോഷിക്കുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.